ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയകാല റെസിപ്പി, അതായത് പഴയകാല രുചിക്കൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ പഴുത്ത മാങ്ങ, നന്നായി പഴുത്തിട്ടില്ല കേട്ടോ, ഒരുവിധം പഴുപ്പ് എത്തിയിട്ടേ ഉള്ളൂ, ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ മാങ്ങ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാങ്ങ ഇതിലോട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാങ്ങ എടുക്കുമ്പോൾ നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. നാരില്ലാത്ത മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മുടെ ഈ ഒരു മാങ്ങ വെന്ത് വരണം. അപ്പോൾ ആ ഒരു എണ്ണയിലോട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഈ ഒരു മാങ്ങ 3 മിനിറ്റോളം വെന്ത് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ വെച്ച് മൂടി തന്നെ വെച്ച് വേവിച്ചെടുക്കരുത്. കാരണം ഇടയ്ക്കെടുത്ത് ഇതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് ഇടയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇത് അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ കൂടി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് ചെറിയ തേങ്ങ എടുക്കരുത്, നല്ല മൂത്ത തേങ്ങ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചിരവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് മൂത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ വറക്കണ സമയത്ത് നമുക്കിതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിനെ ഒന്നിങ്ങനെ വറുത്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇതിനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ കൈ വിടാതെ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അടുക്കി പിടിക്കാനും കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൽ ഇത്രയും മാത്രം, ഒരു നുള്ള് മാത്രം ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ. കാരണം ചെറിയൊരു കയ്പും പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഉലുവ മസ്റ്റായിട്ടും തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഞാനിവിടെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പൽ മുളക്, അതായത് മുളക്, ഉണക്കമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം കൂടുതലായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് തേങ്ങയൊക്കെ നല്ല കളറൊക്കെ മാറി നല്ലൊരു പരിവായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉലുവേൻ്റെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് അത്രയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 സ്പൂണോളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുത്തു, പക്ഷേ എനിക്ക് പോരായിരുന്നു. വീണ്ടും ഞാൻ ലാസ്റ്റ് ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കണ്ടായി കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള ഒരു എരിവ്, കറക്റ്റ് എരിവാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറവാണെങ്കിൽ അതിന് മാത്രം കുറച്ചായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊരിക്കലും തുറന്ന് വെക്കരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് മൂടി കൊടുത്തത്. അതിലോട്ട് നമുക്കൊരു വലിയ ശർക്കര കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ശർക്കര മുഴുവനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനൊന്ന് മൂടി വെച്ചിട്ട് ആ ഒരു ശർക്കര മെൽട്ടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ശർക്കര ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെൽട്ടായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശർക്കര നന്നായിട്ട് മെൽട്ടായി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് സിമ്മാക്കി ഇട്ടെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് എല്ലാതും മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. അതൊരു 1/2 കപ്പോളം നന്നായിട്ട് ഉടച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കൈ വിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരുവം പിരിഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൈ വിടാതെ തന്നെ സിമ്മിലിട്ടിട്ട് തന്നെ ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ദേ ഇതെല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനായി പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തേങ്ങേനെ കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതിന് പകരമായിട്ടാണ് 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പച്ചമുളക് ചേർക്കാത്തത്. ഇനി ഇതിനൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിച്ച് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു ഡിഷാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തശ്ശിക്കൂട്ടാണ്, അതായത് പഴയ കാല ഒരു രുചിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് തരുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാൻ വീണ്ടും അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് നമുക്ക് സാധാ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഈ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം ഉണ്ടെങ്കിൽ മതി കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷേ നമുക്കിത് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്കിത് ബിരിയാണീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു തേങ്ങ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്ത് കൊടുത്ത കാരണം കൊണ്ട് നമുക്ക് ഈ തേങ്ങേൻ്റെ പച്ചമണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു തേങ്ങേൻ്റെ ഒരു സ്മെല്ല് അതൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ പച്ച കളറിൽ കിടക്കരുത് കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു കറിവേപ്പിലേൻ്റെ ആ ഒരു മണം മുഴുവനായിട്ട് അതിലേക്ക് പിടിച്ച് അതിന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. കറിവേപ്പിലേൻ്റെ കളറ് മാറി വരണം. ആ ഒരു സമയത്താണ് കേട്ടോ നമുക്കിതിലോട്ട് ഒരു വലിയ ഒരു ഉണക്കമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉണക്കമുളക് കൂടി ചേർത്താൽ മാത്രമാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, കറിവേപ്പിലിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണം കേട്ടോ നമുക്ക് ജസ്റ്റ് മറ്റതിലേക്ക് മാറ്റി ഒഴിക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ഒരു കളറിൽ വേണം കേട്ടോ നമ്മുടെ കറിവേപ്പില ഇരിക്കാൻ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇതിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഒരു ദിവസം ഇരുന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളത്തേക്കായിരിക്കും ഈ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. നമുക്ക് അന്ന് തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ തലേദിവസം രാത്രിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഡെലീഷ്യസ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.